നമസ്കാരം. പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. കായിക പ്രേമികളെ സംബന്ധിച്ച് വളരെ ആവേശവും സന്തോഷവും നൽകുന്ന ദിനമാണിന്ന്. ഹോക്കി ലോകകപ്പ് നേട്ടത്തിൽ രാജ്യം അരനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ദേശീയ കായിക ഇനം നമുക്ക് ഹോക്കി ആണെങ്കിലും ഒരുപക്ഷെ ഭാരതത്തിലേറെ ആരാധകരുള്ളത് ക്രിക്കറ്റിലാണ്. പുരുഷ ഏകദിന ക്രിക്കറ്റിലും ഒരു പ്രത്യേകതയുണ്ട്. അരനൂറ്റാണ്ട് പിന്നിടുന്ന ഏകദിന ക്രിക്കറ്റിലും ഇത് ചരിത്ര നിമിഷമാണ്. കഴിഞ്ഞ ദിവസം സ്കോട്ട്ലൻഡും കാനഡയും തമ്മിലുള്ള മത്സരത്തോടെ പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റ് 5000 തൊട്ടു. അതായത് 55 വർഷങ്ങൾ കൊണ്ട് 5000 മത്സരം. ഇന്നത്തെ മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ കൊളംബോയിലുണ്ടായ ഭൂചലനം ആശങ്കയുണ്ടാക്കുന്നതാണ്. നിരവധി പേരാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കൊളംബിയയിൽ ഭൂചലനത്തിൽ മരണം 111. സ്ഥിതി അതീവ ഗുരുതരം. രാജ്യത്ത് അടിയന്തരാവസ്ഥ. കെട്ടിടങ്ങൾ തകർന്ന് വ്യാപക നാശം. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം. റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 7.4 തീവ്രത. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ദുർബലമാകുന്നു. മറ്റന്നാൾ വരെ നേരിയ മഴ. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും മലയോര തീരപ്രദേശങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. തിരുവനന്തപുരത്തും നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വള്ളങ്ങളെ സംഘത്തിൽ ഉൾപ്പെടുത്തും. 2018 പ്രളയത്തിന് ശേഷവും പാഠം പഠിക്കാതെ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. നദീ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള റിവർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം നിലച്ചു. മിന്നൽ പ്രളയങ്ങളും വെള്ളപ്പൊക്കവും പതിവായിട്ടും ഫണ്ടിൽ വിനിയോഗിക്കാതെ കിടക്കുന്നത് 12 കോടിയോളം രൂപ. കേന്ദ്ര സർക്കാരിന്റെ ഏകീകൃത കർഷക ID രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതോടെ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനാകാതെ കർഷകർ. ആനുകൂല്യം നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയിൽ കുട്ടനാട്ടിലെ കർഷകർ. കോട്ടയം ജില്ലയുടെ മലയോര കിഴക്കൻ മേഖലകളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷം. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൾപ്പെടെ കൃഷി ചെയ്യാനാകാതെ കർഷകർ. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും അമിത്ഷാ മറുപടി നൽകുമെന്ന നിർദ്ദേശം അംഗീകരിക്കാതെ പ്രതിപക്ഷം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. ഖനന നിയന്ത്രണ ഭേദഗതി ബില്ലിലും ആശങ്കയറിയിച്ച് പ്രതിപക്ഷ MP മാർ. ആഴക്കടൽ തീരഖനന സാധ്യതകൾ സ്വകാര്യ കുത്തകകളിലേക്ക് എത്താൻ ബില്ല് വഴി തുറക്കുമെന്ന് കേരളം. മത്സരങ്ങൾ പൂർത്തിയാക്കി ഏകദിന ക്രിക്കറ്റ്. ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചത് ഇന്ത്യ. തുടർച്ചയായ 4ാം തവണയും ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് യോഗ്യത നേടി അഫ്ഗാൻ. അയർലൻഡിനെ തോൽപ്പിച്ചത് 3 വിക്കറ്റിന്. കൊളംബോയിൽ ഭൂചലനത്തിൽ മരണം 111. കെട്ടിടങ്ങൾ തകർന്ന വ്യാപക നാശം. മരണസംഖ്യ ഉയർന്നേക്കും. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ്. റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 7.4 തീവ്രതയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം കെട്ടിടങ്ങളൊക്കെയും നിലം പതിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അഖില കൃഷ്ണൻ ചേരുകയാണ്. അഖില, വലിയൊരു നാശനഷ്ടമാണ് കൊളംബോയിൽ ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് ഈ ഒരു ഭൂചലനം ആദ്യം ഉണ്ടായത്? എന്താണ് മറ്റു വിശദാംശങ്ങൾ? ഐശ്വര്യ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വളരെ ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കൊളംബിയ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള വലിയ ശ്രമം ഇപ്പോൾ തുടരുന്നുണ്ട്. ഒരു പതിറ്റാണ്ടിനിടെ കൊളംബിയയിലുണ്ടായ ഏറ്റവും വലിയ ഭൂചലനമാണ് എന്ന് ആണ് ഇതിനെ കണക്കാക്കുന്നത്. കഴിഞ്ഞ ഈ ജൂണിലാണ് ഈ അയൽരാജ്യമായ വെനിസ്വേലയിൽ ഇരട്ട ഭൂകമ്പം ഉണ്ടായത്. അത് വലിയ ഭീതിജനകമായ ആ ഓർമ്മകൾ മാറും മുമ്പെയാണ് വീണ്ടും ഒരു ദുരന്തം എത്തുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. ഒപ്പം തന്നെ മധ്യ പടിഞ്ഞാറൻ കൊളംബിയയിലെ ചെറിയ ഭൂചലനങ്ങൾ സാധാരണയാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ 6 റിക്ടർ സ്കെയിലിൽ 6ന് മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്നത് അപൂർവമായ ഒരു സാഹചര്യമാണ് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഭൂചലനം ഉണ്ടായത് ബൊഗാട്ടിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ചോക്കോ എന്നുള്ള ഒരു മേഖലയിലെ സാന്റോസ് ഡെൽ പാൽമറിലാണ്. ഈ പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ
ഇതിന്റെ ഏജൻസികൾ നൽകുന്ന വിവരം 107 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്നാണ് US ജിയോളജിക്കൽ സർവേയും അതോടൊപ്പം തന്നെ കൊളംബിയൻ ഏജൻസികളും അറിയിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളായ ഇക്വഡോറിലും പനാമയിലും ഒക്കെ ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നാശനഷ്ടങ്ങൾ കുറവാണ്. അതേസമയം കൊളംബിയയിലുണ്ടായ നാശനഷ്ടം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അവർ കണക്കാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഇപ്പം തന്നെ 111 പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പലരും ഈ പല കെട്ടിടങ്ങളുടെയും അടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വലിയ കെട്ടിടങ്ങൾ നിലംപതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ മേഖലയിലും 40ഓ 50ഓ പേർ മരിച്ചതായിട്ടാണ് ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ചെറിയ കുഞ്ഞുങ്ങളടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദന നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ മരിച്ചവരുടെ കണക്ക് 111 എന്നുള്ളത് ഇപ്പോൾ പറയുകയാണെങ്കിലും രാജ്യത്തുടനീളം നിരവധി പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഇതോടൊപ്പം തന്നെ ഇതിനടിയിൽ, അതായത് ഓരോ കെട്ടിടങ്ങളുടെ അടിയിൽ നമ്മുടെ ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ തന്നെ കാണാം, ഓരോ കെട്ടിടങ്ങൾ ഇങ്ങനെ തകർന്നു വീഴുന്നു. അതിനടിയിൽപ്പെട്ട് എത്ര ആളുകൾ ഉണ്ടെന്നുള്ള ഒരു കണക്കെടുക്കാൻ പോലും നിലവിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. ഇതോടൊപ്പം പെരേര, ക്യുബ്ദോ, കാലി, മനിലാസസ് തുടങ്ങിയ നഗരങ്ങളിലാണ് ഈ ഭൂചലനം കൂടുതലായി ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ തുടർ ചലനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ ഈ നിരീക്ഷണ ഏജൻസികൾ നൽകുന്നത് കൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അടക്കം നടക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പോലും ഒരുപക്ഷെ തുടർ ചലനം ഉണ്ടായാൽ അത് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ വിപത്തായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിലാണ്, വളരെ ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യത്തെ 20-ലധികം നഗരസഭകളെ ഈ ഭൂചലനം ബാധിച്ചതായിട്ടാണ് കൊളംബിയൻ ആഭ്യന്തരമന്ത്രി അല്പം മുമ്പ് വ്യക്തമാക്കിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്നുള്ള ഒരു മേഖലയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചോക്കോ എന്നുള്ള സ്ഥലത്താണ് അതിന്റെ പ്രഭവ കേന്ദ്രം. അത് ഈ പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്നുള്ള മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കൊളംബിയയിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇത്. വനമേഖലയായ ഇവിടേക്ക് ബോട്ടിലോ വിമാനത്തിലോ മാത്രമേ എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ വെല്ലുവിളിയാവുകയാണ്. ഇതോടൊപ്പം തന്നെ വിമാന സർവീസുകൾ അടക്കം മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ജാഗ്രതയോടെ നോക്കിക്കാണുകയാണ് എന്താണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതെ, അഖില സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് എത്രത്തോളം വലിയ നാശനഷ്ടമാണ് കൊളംബോയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ 111 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഖില കൃഷ്ണൻ. മറ്റു വാർത്ത നോക്കാം. സംസ്ഥാനത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. വിഴിഞ്ഞം സ്വദേശി ജോൺ മത്യാസ്, മുതലപ്പുഴ സ്വദേശി ഷീജിൻ, കൊല്ലം സ്വദേശി ഗൗതം കൃഷ്ണ എന്നിവർക്കായുള്ള തിരച്ചിൽ 12ാം ദിവസവും തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് വള്ളത്തിൽ നിന്നും മുതലപ്പുഴ കായലിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി പ്രവീൺ നായും തിരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരത്ത് നേവിയുടെയും മുങ്ങൽ വിദഗ്ധരുടെയും നേതൃത്വത്തിലുള്ള പരിശോധനയാണ് തുടരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്, ഈ മൂവരെയും കണ്ടെത്താനുള്ള തെരച്ചിൽ 12ാം ദിവസവും തുടരുകയാണ്. പക്ഷേ ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. ഇന്ന് ഈ INS കൽപ്പേനി ഉൾപ്പെടെ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് തെരച്ചിലിനായി. എന്താണ് മറ്റു വിശദാംശങ്ങൾ? മുതലപ്പുഴയിൽ കാണാതായ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഭാഗമായാണ് ആ കപ്പൽ ഇവിടേക്ക് എത്തുന്നത്, മുതലപ്പുഴയിലേക്ക് എത്തുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ കപ്പലിൽ നിന്നുള്ള നേവിയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, ഒപ്പം മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ പരിശോധനകൾ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടി എത്തുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും കപ്പൽ ഇന്ന് എത്തും എന്ന നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും 3 പേർക്ക് കൊല്ലത്ത് നീണ്ടകരയിൽ ഗൗതം കൃഷ്ണയ്ക്കും അതുപോലെ തന്നെ ജോൺ മത്യാസിനും വിഴിഞ്ഞത്ത് ജോൺ മത്യാസിനും വേണ്ടിയുള്ള തിരച്ചിലും തുടരുന്നുണ്ട്. നേവിയുടെയും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ആണ് ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിവിധ സ്ഥലങ്ങളിലായി ഈ പരിശോധന നടക്കുന്നുണ്ട്. 2 ദിവസം ഇപ്പോൾ 2ാം ദിവസത്തേക്ക് മഴ മാറി നിൽക്കുന്നത് പരിശോധനകൾ നടത്തുന്നതിന് സാധ്യമാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ മുതലപ്പുഴി ഭാഗത്ത് പരിശോധനകൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി മുങ്ങൽ വിദഗ്ധർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും എന്തെങ്കിലും ഒരു സൂചനകൾ ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. അതിനിടെയാണ് ഇന്നലെ മുതലപ്പുഴയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി തിരികെ എത്തുന്ന വഴിക്കാണ് മുതലപ്പുഴ കടലിൽ നിന്നും കായലിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് പ്രവീൺ എന്ന് പറയുന്ന 5 തെങ്ങ് സ്വദേശിയായിട്ടുള്ള ആൾ ബോധരഹിതനായി കടലിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മുതലപ്പുഴയിലും മറ്റ് 2 സ്ഥലങ്ങളിലായി മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുകയാണ്. ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒപ്പം മറ്റു മന്ത്രിമാരടക്കമുള്ളവർ വിവിധ സ്ഥലങ്ങളിലായി
ഭാഗമായി ഇതുപോലെ കടലിൽ അകപ്പെട്ടു പോയവരുടെ വീടുകളിലെത്തി സന്ദർശനം നടത്തുകയും അവർക്ക് ആശ്വാസം പറയുകയും ചെയ്തിരുന്നു. എന്തുതന്നെയായാലും എല്ലാവിധ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് ഇന്നലെ മുഖ്യമന്ത്രി നൽകി. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഇന്നലെ വീടുകളിൽ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹവും പറഞ്ഞത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. കടുത്ത വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തുതന്നെയായാലും വീട്ടുകാർ ഇവരുടെ ബന്ധുക്കൾ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് മുഖ്യമന്ത്രിയെ കൃത്യമായി അറിയിക്കുമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. എന്തുതന്നെയാലും ഈ 4 പേർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തുടരുന്നത്. ശരി, കാണാതായ 4 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടം. തമാക് നാലയിൽ മലരി ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചുപോയി. ഇതോടെ നിധി താഴ്വരയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. 1 മാസം മുൻപ് നിർമ്മിച്ച ബെയ്ലി പാലമാണ് തകർന്നത്. ഉയർന്ന മേഖലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ സംസ്ഥാനത്ത് വിന്യസിച്ചു. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ കുറഞ്ഞു. അതേസമയം സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുകയാണ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ദുർബലമായതോടെയാണ് ഇത്. അടുത്ത 4 ദിവസം മഴ മുന്നറിയിപ്പില്ല. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും മലയോര തീരപ്രദേശങ്ങളിലുമുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഇടുക്കിയിൽ മലയോര ഹൈവേയുടെ ഭാഗമായ വെള്ളിലാംകണ്ടം മൺപാലത്തിലെ ടാറിങ്ങിൽ വിള്ളൽ. മഴ വീണ്ടും ശക്തമായാൽ ഈ വിള്ളലിലൂടെ വെള്ളമിറങ്ങി റോഡ് ഇടിയാനുള്ള സാധ്യത ഏറെയാണ്. MC ബോബൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. 4 മാസം മുമ്പ് ദീർഘദൂര ഓട്ടക്കാരനും മോഡലുമായ മിലന്ത് സോമൻ ഉദ്ഘാടനം ചെയ്ത മലയോര ഹൈവേയുടെ ഭാഗമായ വെള്ളിലാങ്കണ്ടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. വെള്ളിലാങ്കണ്ടം കട്ടപ്പന കുട്ടിക്കാനം റീച്ചിൻ്റെ ഭാഗമാണ് ഈ വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം. ഇവിടെയാണ് കഴിഞ്ഞ മഴയിൽ റോഡിന് വിള്ളൽ വീണിരിക്കുന്നത്. 2 സ്ഥലങ്ങളിലാണ് ഈ വിള്ളൽ വീണിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാം. ഈ ടാറിങ്ങിനോട് ചേർന്നുള്ള ഭാഗം, ടാറിങ്ങും കോൺക്രീറ്റും തമ്മിൽ ചേരുന്ന ഭാഗത്താണ് വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 1.5 കോടി രൂപയാണ് ഈ പറഞ്ഞ കുഴൽപ്പാലം ഭാഗത്ത് മാത്രം ടാറിങ്ങിനും റോഡ് നിർമ്മാണത്തിനുമായി കിഫ്ബി ചിലവഴിച്ചത്. ഇത്രയും വലിയ ഒരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ഒരുപക്ഷെ റോഡ് ഈ മൺതിട്ട ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഇടുക്കി ജലാശയത്തിൻ്റെ ഭാഗമായ വെള്ളിലാങ്കണ്ടം മേഖലയിലാണ് ഈ കുഴൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പ്രദേശവാസിയായ ഷിജോ നമ്മളോടൊപ്പമുണ്ട്. ഷിജോ, ഇത് മലയോര ഹൈവേയുടെ ഭാഗമാണ്. വലിയ രീതിയിലുള്ള ഉദ്ഘാടനവും ഒക്കെ നടന്ന സ്ഥലമാണ്. എന്താണ് ഇതിൻ്റെ ഒരു വിള്ളലിന് ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം? ഈ കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ 2ാമത്തെ റീച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണി നടന്നത്. ഈ വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കുഴൽപ്പാലം ഏഷ്യയിലെ തന്നെ 2ാമത്തെ കുഴൽപ്പാലം എന്ന ഖ്യാതി നേടി ചരിത്രത്തിൽ ഇടം പിടിച്ച സ്ഥലമാണിത്. ഈ കുഴൽപ്പാലത്തിൻ്റെ ദൃശ്യഭംഗി കാണുവാൻ ഉൾപ്പെടെ അന്ന് ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചതിനാണ് കിഫ്ബിയുടെ ഫണ്ട് അന്നുണ്ടായിരുന്നതാണ്. പക്ഷേ 2ാമത് ഇതിന് ഫണ്ട് അനുവദിക്കാതെ വന്നു. ഈ ഭാഗത്ത് മണ്ണ് ഇട്ട് നികത്തിയാണ് ഈ വിള്ളലിന് കാരണം ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഇരുവശങ്ങളിലും മണ്ണിട്ട് നികത്തിയാണ് വീണ്ടും അവർ ഫില്ല് ചെയ്തത്. ഇത് നിർമ്മാണത്തിലെ അപാകത മൂലം മാത്രമാണ് ഇവിടെ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ഇത് ഇടുക്കി ജലാശയത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇടുക്കി ജലാശയത്തിൻ്റെ മുകൾ ഭാഗത്തായാണ്, ഇതിൻ്റെ മുകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കുഴൽപ്പാലം ഭാഗം. ഇവിടെ കല്ലുകെട്ടില്ല, മൺതിട്ട മാത്രം ഉപയോഗിച്ച് പണിതിരിക്കുന്ന പാലമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മൺപാലം എന്ന് അറിയപ്പെടുന്നത്. താഴെയുള്ള 2 തുരങ്കങ്ങളിലൂടെയാണ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിള്ളൽ വളരെ ഗൗരവമേറിയതാണ്. ഭാവിയിൽ ഒരുപക്ഷെ കൂടുതൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ 2 വശവും ഇടിഞ്ഞ് ഈ ഇടുക്കി ജലസംഭരണിയിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശമാണ്. മാത്രമല്ല വിനോദസഞ്ചാരികൾ ഇവിടെ ഇറങ്ങി ഈ പ്രകൃതി മനോഹാരിത ആസ്വദിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടങ്ങൾക്ക്, ദുരന്തങ്ങൾക്ക് ഇത് കാരണമായി മാറാനുള്ള സാധ്യതയും ഏറെയാണ്. മലയോര ഹൈവേയുടെ ഭാഗമായ വെള്ളിലാങ്കണ്ടത്ത് നിന്നും ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്.
2018 മഹാപ്രളയത്തിന് ശേഷവും പാഠം പഠിക്കാതെ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. ജില്ലയിൽ മിന്നൽ പ്രളയങ്ങളും വെള്ളപ്പൊക്കവും പതിവായിട്ടും നദീ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള റിവർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച മട്ടിലാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി വിനിയോഗിക്കേണ്ട 12 കോടിയോളം രൂപ ഫണ്ടിൽ ചെലവഴിക്കാതെ കിടക്കുമ്പോഴാണ് കളക്ടർ ചെയർമാനായ സമിതിയുടെ ഈ ഒരു ഗുരുതര വീഴ്ച. മിന്നൽ പ്രളയങ്ങളും വെള്ളപ്പൊക്കവും പതിവായിട്ടും ജില്ലയിലെ നദീ സംരക്ഷണം പൂർണ്ണമായും അവതാളത്തിലാണ്. ജില്ലാ കളക്ടർ ചെയർമാനായ റിവർ മാനേജ്മെന്റ് കമ്മിറ്റി 2018 മഹാപ്രളയത്തിന് ശേഷം യോഗം ചേർന്നിട്ട് പോലുമില്ല. ആദ്യഘട്ടത്തിൽ പരിസ്ഥിതി പ്രവർത്തകരെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ ശക്തമായതോടെ സമിതിയുടെ പ്രവർത്തനം പ്രഹസനമായി എന്ന ആരോപണമുണ്ട്. നദീതീരങ്ങളിൽ സർവേ നടത്താത്തതാണ് ഫണ്ട് വിനിയോഗിക്കാത്തതിന് അധികൃതർ പറയുന്ന ന്യായം. പമ്പയുടെ തീരം അളക്കാൻ മുൻപ് ശ്രമിച്ചെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. മണൽ ഖനന റോയൽറ്റിയായും പിഴയായും സമാഹരിച്ച 12 കോടിയോളം രൂപയാണ് ഫണ്ടിൽ ഉപയോഗിക്കാതെ കെട്ടിക്കിടക്കുന്നത്. കയ്യേറ്റങ്ങളെക്കുറിച്ചോ സർവേകളെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ പക്കലില്ല. നദികളെ സംരക്ഷിക്കാൻ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുള്ള പഠനവും തുടർ പ്രവർത്തനങ്ങളുമാണ് വേണ്ടത് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. ശരിക്കും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളുടെ മണ്ണിനെ സംരക്ഷിക്കുന്ന പോലെയും വായു സംരക്ഷിക്കുന്ന പോലെയും വളരെ കാര്യക്ഷമതയോടുകൂടി തന്നെ നദികളെയും ജലാശയങ്ങളെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കണം. പലപ്പോഴും ഇത് നടക്കുന്നില്ല. നദികളെ സംരക്ഷിക്കുന്നില്ല, നമ്മളുടെ നിർഗമന മാർഗങ്ങളെയും ആഗമന മാർഗങ്ങളെയും നമ്മൾ കരുതുന്നില്ല. ഒരു ആസൂത്രണ സംവിധാനവും അവ നടപ്പിലാക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനവും നദികൾക്ക് വേണ്ടി തന്നെ ഉണ്ടാവണം. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പൊല്യൂഷൻ നോക്കുന്നു, റവന്യൂ വകുപ്പ് ഭൂമിയുടെ കാര്യം നോക്കുന്നു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നദിയുടെയും വെള്ളത്തിൻ്റെയും കാര്യം നോക്കുന്നു. അപ്പോൾ ഇത് കമ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ ചിതറി പോകാതെ ഏകോപനത്തോടുകൂടി നടപ്പാക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക സംവിധാനം ഉണ്ടാവണം. ശാസ്ത്രീയമായിട്ട് അതാത് വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഇത് കൃത്യമായി മുടങ്ങാതെ നടക്കുന്നു. അവരുടെ നിർദ്ദേശം സ്വീകരിക്കാനും അത്തരം മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാനും ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മണൽത്തിട്ടകളുടെ അളവ് തിട്ടപ്പെടുത്തൽ, അനധികൃത ഖനനം തടയൽ, നീരൊഴുക്ക് സുഗമമാക്കൽ തുടങ്ങിയ പ്രാഥമിക ചുമതലകൾ പോലും കാറ്റിൽ പറത്തുന്ന അധികൃതരുടെ നിലപാട് ജില്ലയെ വൻ ദുരന്തത്തിലേക്കാണ് തള്ളിയിടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇനി നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. പോലീസ് നടപടിയിൽ മാത്രമല്ല വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും അമിത്ഷാ മറുപടി നൽകുമെന്ന നിർദ്ദേശം അംഗീകരിക്കാതെ പ്രതിപക്ഷം. പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. വ്യാഴാഴ്ച വരെയാണ് വർഷകാല സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വർഷകാല സമ്മേളനം ആരംഭിച്ചത് മുതൽ ഇന്നലെ വരെ പ്രതിപക്ഷ ബഹളം തന്നെയായിരുന്നു, സഭ ബഹളമയം തന്നെയായിരുന്നു. ഇപ്പോൾ അമിത്ഷാ മറുപടി പറയും എന്ന നിർദ്ദേശം നൽകിയിട്ട് പോലും അത് അംഗീകരിക്കാതെ പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ്. മറ്റന്നാൾ സഭ കാലയളവ് അവസാനിക്കുമ്പോൾ എന്താകും ഇന്ന് നടക്കുക? ഐശ്വര്യ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഐശ്വര്യ ചൂണ്ടിക്കാട്ടിയതുപോലെ സമ്മേളനത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമായിരുന്നു ലോക്സഭയും രാജ്യസഭയും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പാർലമെന്റിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസവും വിവിധ വിഷയങ്ങൾ, അതായത് നിലവിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയം BJP സമരത്തിന് നേരെയുണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നുള്ളതാണ്. ഈ വിഷയം ഉയർത്തിക്കൊണ്ടാണ് തുടർച്ചയായി ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നത്. ഇന്നലെയും കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു അമിത്ഷാ മറുപടി നൽകും. പക്ഷേ CJP സമരത്തിലെ പോലീസ് നടപടിയിൽ മാത്രമല്ല, ആ സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അമിത്ഷാ മറുപടിയിൽ വ്യക്തമാക്കും. പക്ഷേ പ്രതിപക്ഷം ബഹളമുണ്ടാക്കി സഭ തടസ്സപ്പെടുത്തരുത് എന്ന നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുൻപോട്ട് വെച്ചിരുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ പ്രതിപക്ഷം വീണ്ടും ബഹളം വെച്ചതോടുകൂടിയായിരുന്നു ഇന്നലെ സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. അതിനിടയിൽ നിർണായകമായ ബില്ലുകൾ ലോക്സഭയിലും രാജ്യസഭയിലും വരുന്നുണ്ട്. ഇന്നലെ നികുതി നിയമങ്ങളിലെ ഇളവുമായി ബന്ധപ്പെട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച് പാസാക്കിയിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇനി ഈ ഒരു സമ്മേളന കാലയളവിൽ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല് എന്നുള്ളത് FCRA ആണ്, വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള നിയമങ്ങൾ ശക്തമാക്കുന്നതിനുള്ള ബില്ല്. അത് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന ഈ സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ്, വ്യാഴാഴ്ചയാണ് സമ്മേളനത്തിന്റെ കാലാവധി അവസാനിക്കുന്നത്, അതിനു മുൻപ് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നുള്ള സൂചനകൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കുമോ എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും ഇന്നും ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷ ബഹളത്താൽ പ്രക്ഷുബ്ധമാകും. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേടിൽ പ്രധാനമന്ത്രിയുടെ മറുപടി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നത്.
ഐശ്വര്യ. അതെ, പതിവ് പോലെ എന്തായാലും ഇന്നും സഭ പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ് ജിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്നത്. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ നിയമസഭാ മാർച്ചിലുണ്ടായ പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധം. വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കിയും ലാത്തിചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് ഇന്ന് ബന്ദ് പ്രഖ്യാപിച്ചു BJP. ആരോപണങ്ങൾ ഉയർന്ന 3 PSC പരീക്ഷകൾ റദ്ദാക്കാമെന്ന് സർക്കാർ. പരീക്ഷാ ക്രമക്കേടുകളിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിലെ അനിശ്ചിതകാല സമരം തുടരും. ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പിലെ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ PSCയുടെ റിട്ട് ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാരേഖകൾ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായാണ് PSCയുടെ നീക്കം. വിശദാംശങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, അങ്ങനെ ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പ് ഹൈക്കോടതിയിൽ കയറുകയാണ്. ഇന്നിപ്പോൾ PSCയുടെ റിട്ട് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, ഈ ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെയാണ് PSC ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാർക്ക് ലിസ്റ്റും ഒപ്പം തന്നെ ഇന്റർവ്യൂവിൻ്റെ വിവരങ്ങളോ അടക്കമുള്ളവ നൽകണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. PSCക്ക് ഈ നിർദ്ദേശം നൽകിയിട്ട് 1 മാസം പിന്നിട്ടിട്ട് പോലും PSCയുടെ ഭാഗത്തു നിന്നും ഇതിൽ യാതൊരു നടപടികളും ഉണ്ടായില്ല. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കടുത്ത ഭാഷയിൽ തന്നെ വിവരാവകാശ കമ്മീഷൻ PSCയെ വിമർശിക്കുന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു. ഇത് എന്തുകൊണ്ട് നൽകാൻ കഴിയുന്നില്ല, അതായത് ഈ വിവരങ്ങൾ എന്തുകൊണ്ട് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം PSC വിശദീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും PSC ഉന്നയിക്കുന്ന വാദം വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുന്നതിനാൽ തന്നെ ഈ മാർക്ക് ലിസ്റ്റും ഒപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഈ വിവരങ്ങൾ ഇത് കൈമാറണമെന്നുള്ള വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അത് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നുള്ളൊരു ആവശ്യം കൂടി ഏതായാലും PSC ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ആസൂത്രണ ബോർഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളെ തുടർന്നാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നത്. പ്രധാനമായിട്ടും ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ഈ പരീക്ഷയുടെ ഉത്തരക്കടലാസുകളും ഒപ്പം തന്നെ ഇന്റർവ്യൂവിന്റെ മാർക്ക് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു. ഇത് ഉടനെ ലഭ്യമാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷനും ഉത്തരവിട്ടിരുന്നതാണ്. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും ഇത് നടപ്പിലാക്കാനായിട്ട് വിവരാവകാശ കമ്മീഷൻ തയ്യാറായിരുന്നില്ല, ഈ PSC തയ്യാറായിരുന്നില്ല. തുടർന്നാണ് വിവരാവകാശ കമ്മീഷൻ കടുത്ത ഭാഷയിലുള്ള വിമർശനത്തിലേക്ക് കടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഐശ്വര്യ. ശരി, കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം. കർഷകരുടെ ആശങ്കയാണ് ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏകീകൃത കർഷക ID രജിസ്ട്രേഷനായ അഗ്രി സ്റ്റാക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയായ ഫസൽ ഭീമ യോജനയുടെ ആനുകൂല്യം നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് കുട്ടനാട്ടിലെ നെൽ കർഷകർ. മഴയും പ്രളയവും കുട്ടനാട്ടിൽ വ്യാപക കൃഷിനാശത്തിനിടയാക്കിയതാണ് കർഷകരുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നത്. കഴിഞ്ഞ മാസം 31 വരെയാണ് പദ്ധതിയിൽ ചേരാനുണ്ടായിരുന്ന സമയപരിധിയെങ്കിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രം ഇതിനുള്ള ഉപാധികളിൽ മാറ്റം വരുത്തിയതിനാൽ പാട്ടകൃഷിക്കാരുൾപ്പെടെ വലിയൊരു ശതമാനം കർഷകർക്ക് പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നില്ല. രജിസ്ട്രേഷനോ പ്രീമിയം കൊടുക്കാനോ കർഷകർക്ക് കഴിയാതിരിക്കെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴയും മടവീഴ്ചയും കുട്ടനാട്ടിലുണ്ടായത്. കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് മാത്രമാണ് കർഷക ID ഉള്ളത്. ആധാറും ഭൂമിയുടെ രേഖകളും ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. മുൻ വർഷങ്ങളിൽ ID രജിസ്ട്രേഷൻ നിർബന്ധമല്ലായിരുന്നു. ജില്ലയിൽ 2.5 ലക്ഷത്തോളം കർഷകരാണ് അഗ്രിസ്റ്റാക്കിന് അപേക്ഷ നൽകിയത്. ഇതിൽ 40% കർഷകർക്ക് ID ലഭിച്ചിട്ടുള്ളൂ. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു രജിസ്ട്രേഷനെങ്കിലും പിന്നീട് കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ രജിസ്ട്രേഷന് അവസരമുണ്ടായിരുന്നു. എന്നാൽ കീപാഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന കർഷകരിൽ പലർക്കും സമയപരിധിക്കുള്ളിൽ പദ്ധതിയിൽ ചേരാനായില്ല. ഇതാണ് വെള്ളമുയർന്ന ജീവിതം വഴിമുട്ടിയതിന് പിന്നാലെ കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.
സമീപത്തെ ഫാക്ടറികളിൽ നിന്ന് കടലിലേക്ക് കെമിക്കലുകൾ ഒഴുകിയെത്തുന്നതോടെ ആശങ്കയിലാണ് കോഴിക്കോട് വരയ്ക്കലിലെ പ്രദേശവാസികൾ. വരയ്ക്കലിൽ ബലിയിടാനെത്തുന്നവർക്കും ഇത് തിരിച്ചടിയാകുമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പരാതികൾ നൽകിയിട്ടും കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ആരോപണം തള്ളുകയാണ് കോർപ്പറേഷൻ. വരയ്ക്കലിന് സമീപത്തെ ഫാക്ടറികളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന മലിനജലം കടലിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. വരയ്ക്കലിൽ വാവുബലിയിടാനെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ മുങ്ങി നിവരുന്ന ഭാഗത്തേക്കാണ് മലിനജലം എത്തുന്നത്. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ തന്നെ സാരമായി ബാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിലെ പ്ലാന്റ് ഒന്നല്ല ഇത്, തൊട്ടടുത്ത ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തന്നെ വേറെ ഇതേപോലെ തന്നെ പല സ്ഥാപനങ്ങളുണ്ട്. അതിൽ നിന്നാണ് ഈ മാലിന്യങ്ങൾ ഈ കടലിലേക്ക് ഒഴുകുന്നത്. ഇത് അനവധി വർഷങ്ങളായി ഇത് തുടർന്നുകൊണ്ട് പോവുകയാണ്. ഈ ബലിതർപ്പണ ഭൂമിയിൽ പിന്നെ വരുന്ന ആളുകൾക്കെല്ലാം ഇതിൻ്റെ എല്ലാവിധ അസൗകര്യങ്ങളും കാര്യങ്ങൾക്കും അസുഖങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്ന ആവശ്യവും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ബലിയിടാണെങ്കിൽ ദിവസം 200-300 ആളുകൾ ബലിയിടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ബാത്റൂം സൗകര്യമില്ല, കുളിക്കാൻ മുങ്ങി വന്നു കഴിഞ്ഞാൽ കുളിക്കാനുള്ള സൗകര്യമില്ല. ഇതിനിടെയാണ് പ്രദേശത്ത് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വരാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതെന്നും ഇത് അനുവദിക്കില്ലെന്നും ജനകീയ സമരസമിതി ചെയർമാൻ കെ ഷൈബു പറഞ്ഞു. കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന രീതിയിൽ ഒരു പ്ലാന്റ് ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ്. അത് വെറും 14 സെന്റ് സ്ഥലത്താണ്. പൂർണ്ണമായിട്ടും നിയമം ലംഘിച്ചുകൊണ്ടാണ് വരുന്നത്. ഈ വരക്കൽ ക്ഷേത്രവും വരക്കൽ പ്രദേശവും മലിനമാവുന്ന രീതിയിലേക്ക് ഒരു കാരണവശാലും അത്തരത്തിലുള്ള സംവിധാനത്തെ ഞങ്ങൾ അനുവദിക്കില്ല. വിഷയത്തിൽ നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എന്നാൽ പരാതികൾ ലഭിച്ചിട്ടില്ലെന്നാണ് കോർപ്പറേഷന്റെ വാദം. അമൃത ന്യൂസ്, കോഴിക്കോട്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കാട്ടുപന്നികൾ മൂലം വ്യാപക കൃഷിനാശം. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും പുറമെയാണ് കാട്ടുപന്നികൾ മൂലമുള്ള കൃഷിനാശവും. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ കുന്നോന്നിയിൽ കപ്പ ഉൾപ്പെടെയുള്ള കൃഷികൾ കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുകയാണ്. കപ്പ ചുവടെ കുത്തിമറിച്ചിട്ട് കിഴങ്ങുകൾ പൂർണ്ണമായും തിന്നു തീർക്കും. പ്രദേശവാസിയായ ഷാജിക്ക് 100 കണക്കിന് ചുവട് കപ്പയാണ് കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ നഷ്ടമായത്. വലിയ പന്നി കുഞ്ഞുങ്ങളായിട്ട് ഇത് ഒരു പാതിര കഴിയുമ്പോൾ ഇത് വരും. പിന്നെ നമ്മൾ നേരം വെളുക്കുമ്പോഴത്തേനും ഇത് കുത്തിമറിച്ച് വ്യാപകമായിട്ട് കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് തന്നെ നല്ല വിളവെടുക്കാറായിരുന്ന കപ്പ ഒരു 15 ചോടയിലും ഒറ്റ അടിക്ക് വന്ന് കുത്തിമറിച്ചിട്ട് പോയി. പിന്നെ നമ്മൾ ഈ പച്ചവലയൊക്കെ കെട്ടിയാണ് ഇത് സംരക്ഷിച്ചു പോകുന്നത്. പക്ഷേ അത് ഈ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ പച്ചവല കൂടെ കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇതിനെ പേടിച്ചിട്ട് നമുക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരുവാണ്. കപ്പ തീരുന്നതോടെ പന്നികളുടെ ആക്രമണം മറ്റു കൃഷികളിലേക്ക് തിരിയും. ചേനയും ചേമ്പും വാഴയും അടക്കം എല്ലാത്തരം കൃഷികൾക്ക് നേരെയും പന്നികളുടെ ആക്രമണമുണ്ട്. കാട്ടുപന്നികൾ വൻതോതിൽ പെറ്റുപെരുകുന്നത് മേഖലയിലെ കർഷകർക്ക് വലിയ വെല്ലുവിളിയായി മാറി. യാതൊരുവിധ കൃഷികളും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പന്നികളെല്ലാം പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നു. വർഷത്തിൽ 2 തവണ പന്നി പ്രസവിക്കുന്നതുകൊണ്ട് ഡസൻ കണക്കിന് കുഞ്ഞുങ്ങളാണല്ലോ ഇവിടെ ഉണ്ടാകുന്നത്. യാതൊരുവിധ കൃഷിയും ഇപ്പോൾ വളർന്ന റബ്ബർ തടികളുടെ പോലും ചുവടുകളിൽ പന്നി വന്ന് കടിച്ച് അതിന് ഈ റബ്ബർ പാലിന് സ്വല്പം മധുരമുള്ളതുകൊണ്ടായിരിക്കും അതങ്ങനെ സംഭവിക്കുന്നു. മലനിരകളിലെ ആൾതാമസം കുറഞ്ഞ പ്രദേശങ്ങളും വിശാലമായ റബ്ബർ തോട്ടങ്ങളുമൊക്കെയാണ് കാട്ടുപന്നികളുടെ ആവാസം. തോട്ടങ്ങളിൽ മണ്ണിരയെ തേടി കാട്ടുപന്നികൾ വ്യാപകമായി മണ്ണിളകുന്നത് മഴക്കാലത്ത് മണ്ണൊലിപ്പിനും കാരണമാകുന്നുണ്ട്. രാത്രികാലങ്ങളായാൽ പല പറമ്പുകളും കുത്തിമറിച്ച് അതുപോലെ കൃഷിയെല്ലാം നശിപ്പിക്കുന്ന കപ്പ, ഈ ആളുടെ കപ്പയും അങ്ങനെയുള്ള ഇതെല്ലാം നശിപ്പിച്ച് കളയുവാണ്. അപ്പം അതിനെ കുറച്ച് ഒതുക്കിയില്ലെങ്കിൽ യാതൊരു കാരണവശാലും ശരിയാകുമെന്ന് തോന്നുന്നില്ല. കൃഷിനാശത്തിൽ പഞ്ചായത്ത് അധികാരികൾ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അതേസമയം പഞ്ചായത്തിൽ അംഗീകൃത ഷൂട്ടർമാരുണ്ടെന്നും പൊതുജനങ്ങൾക്ക് ഇവരുടെ സഹായത്തോടെ പന്നികളെ വകവരുത്താമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. കോഴിക്കോട് വടകര സ്വദേശിയുടെ AI സ്റ്റാർട്ടപ്പിന് 50 കോടി രൂപയുടെ US ഏറ്റെടുക്കൽ. നിർമ്മിത ബുദ്ധി രംഗത്ത് പുതിയ ചരിത്രം കുറിച്ച ഈ ഓർക്കാട്ടേരി സ്വദേശിയുടെ നേട്ടത്തിൽ ഒരു നാടാകെ ആഹ്ലാദത്തിലാണ്. ഓർക്കാട്ടേരി സ്വദേശിയായ നിർമ്മൽ നമ്പ്യാരും സഹപാഠി ആദിത്യ ശർമ്മയും ചേർന്ന് തുടക്കമിട്ട സൂപ്പർ മാനേജർ AGI എന്ന
AI സ്റ്റാർട്ടപ്പിനെയാണ് അമേരിക്കയിലെ മുൻനിര കമ്പനി 50 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തത്. പ്രവർത്തനം ആരംഭിച്ച് കേവലം 15 മാസത്തിനുള്ളിലാണ് ഈ വൻ നേട്ടം. ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രൊജക്ട് മാനേജ്മെന്റും അതിന്റെ നിർവഹണവും AI ഏജന്റുകൾ വഴി ഏകോപിപ്പിക്കുകയും ലളിതമാക്കുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് സൂപ്പർ മാനേജർ AGI വികസിപ്പിച്ചെടുത്തത്. ഒക്ലസ് AI എന്ന പേരിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിന്റെ ആസ്ഥാനം ചണ്ഡീഗഡിലാണെങ്കിലും ബംഗളൂരുവിലും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം ഈ കമ്പനി തുടങ്ങുന്നത് എൻ്റെ ഒരു IIT ക്ലാസ് റൂമിലാണ്. ഒരു റിസർച്ച് പേപ്പർ എഴുതിയിട്ടാണ് ഈ ഒരു ആശയവും ഈ ഒരു ഐഡിയയും ഇനിഷ്യേറ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു പ്രീ സീഡ് റൗണ്ട് റേസ് ചെയ്യുന്നതും പിന്നെ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് അത് സ്കെയിൽ അപ്പ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് നമുക്കൊരു വിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ഒരു അക്വസിഷൻ ഓഫർ വരുന്നതും ഒരു 50 crores. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിലാണ്, ആ ഒരു അക്വസിഷൻ പ്രോസസ്സിലേക്ക് ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ധാർവാഡ് IITയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ നിർമ്മൽ മൈക്രോസോഫ്റ്റിൽ 65 ലക്ഷം രൂപ വാർഷിക ശമ്പളത്തിൽ പ്രോഡക്റ്റ് മാനേജറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ലക്ഷങ്ങളുടെ ശമ്പളവും സുരക്ഷിതമായ ഉദ്യോഗവും ഉപേക്ഷിച്ചാണ് നിർമ്മൽ IITയിലെ സഹപാഠിക്കൊപ്പം പുതിയ സ്റ്റാർട്ടപ്പ് എന്ന ആശയത്തിലേക്ക് എത്തിയത്. ഓർക്കാട്ടേരി മഠത്തിൽ KK നിവാസിൽ നിഷയുടെയും വളയത്തെ പരേതനായ ഡെപ്യൂട്ടി കമാൻഡന്റ് R ശ്രീജന്റെയും മകനാണ് നിർമ്മൽ. അമൃത ന്യൂസ്, കോഴിക്കോട്. രാമ രാമ ജയ സീതാരാമ. കർക്കടകത്തിന്റെ പുണ്യം പേറി ഭക്തിസാന്ദ്രമായി പെരിഞ്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഉത്തര മലബാറിൽ ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. കണ്ണൂർ ജില്ലയിലെ നാലമ്പല തീർത്ഥാടനത്തിൽ ഉൾപ്പെടുന്ന 3ാമത്തെ ക്ഷേത്രം കൂടിയാണ് ഇത്. ഉത്തരമലബാറിലെ പ്രശസ്തമായ ഹൈന്ദവ ആരാധനാലയമാണ് മട്ടന്നൂരിനടുത്തുള്ള പെരിഞ്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. പേരിൽ വിഷ്ണു ക്ഷേത്രം എന്നുണ്ടെങ്കിലും ഇവിടെ മഹാവിഷ്ണുവിന്റെ ലക്ഷ്മണ സങ്കല്പത്തിലാണ് പ്രധാന പ്രതിഷ്ഠ. ഉത്തരമലബാറിലെ നാലമ്പലങ്ങളിൽ നിന്ന് ലക്ഷ്മണ ക്ഷേത്രം 1000-ലധികം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഉപദേവതമാരായിട്ട് ഗണപതി, പിന്നെ ഗോത്താറ്, നാഗം, ഉപക്ഷേത്രം, ഭഗവതിക്കോട്ടമുണ്ട്. ഇത്രയാണ് ഇവിടെയുള്ളത്. ശ്രീരാമൻ മാരീചനെ തേടി പോയപ്പോൾ സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തി ഭാവത്തിലുള്ള ലക്ഷ്മണന്റെ പ്രതിഷ്ഠയാണ് പെരിഞ്ചേരിയിലേത്. സീതയ്ക്ക് കാവലായി നിൽക്കുന്ന ലക്ഷ്മണൻ എന്നുള്ളൊരു സങ്കല്പമുണ്ട്. കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ആണ് ഇവിടെയുള്ളത്. അപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ചതുർബാഹു സമർപ്പണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായിട്ടിപ്പോൾ വരുന്നത്. ധാരാളം ഭക്തജനങ്ങൾ, അതായത് വിഷ്ണു പ്രീതിക്കുള്ള ഒരു വഴിപാടായിട്ട് സന്താനലബ്ധിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാഗത്തിൽ ആയില്യ പൂജ, ധാരാളം ഭക്തജനങ്ങൾ ആ വഴിപാട് സമർപ്പിക്കുന്നുണ്ട്. ഗണപതിയും ഭൂതത്താറും നാഗവും ഉപദേവന്മാരായി ക്ഷേത്രമതിൽക്കകത്തും സീതാസങ്കല്പത്തിലുള്ള ഭദ്രകാളി, ദുർഗദേവതകൾ ക്ഷേത്രക്കുളത്തിന്റെ വടക്ക് ഭാഗത്തും സ്ഥിതി ചെയ്യുന്നു. കർക്കടക മാസത്തിലെ നാലമ്പല ദർശനത്തിനായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിവസേന ഇവിടെ എത്താറുള്ളത്. അമൃത ന്യൂസ്, കണ്ണൂർ. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തപാൽ വകുപ്പിന്റെ ആദരം. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവും അനന്തശയന രൂപത്തിലുള്ള ശ്രീ പത്മനാഭസ്വാമിയുടെ രൂപവും ഉൾപ്പെടുത്തിയ തപാൽ മുദ്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് തപാൽ വകുപ്പ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരമായി പത്മനാഭസ്വാമി ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിന്റെയും അനന്തശയനത്തിലുള്ള ശ്രീ പത്മനാഭന്റെയും തപാൽ മുദ്ര പുറത്തിറക്കിയത്. തപാൽ മുദ്രയുടെ പ്രകാശനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. Such conservations will not be restricted only to India Post. Such preservation will not be restricted to only to them. It should be habit of all of us, and we will be preserving and propagating our culture and our ecology. That is the message. ഇനി മുതൽ ഫോർട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്നും അയക്കുന്ന കത്തുകളിലും പോസ്റ്റ് കാർഡുകളിലും പാഴ്സലുകളിലും ഈ മുദ്ര പതിക്കും. പരിമിതമായ എണ്ണത്തിൽ പോസ്റ്റ് കവറുകളും പുറത്തിറക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്ഥിരം തപാൽ മുദ്ര ലഭിക്കുന്ന 4ാമത് ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ശബരിമല, ഗുരുവായൂർ, മധൂർ ക്ഷേത്രങ്ങളാണ് തപാൽ മുദ്രയുള്ള മറ്റു ക്ഷേത്രങ്ങൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യയിൽ അഭയം തേടിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് ത്രിവേദി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ്
താരിഖ് റഹ്മാനുമായി ധാക്കയിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായ സാഹചര്യം വേണമെന്നും താരിഖ് റഹ്മാൻ പറഞ്ഞു. എയർ ഇന്ത്യ ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശചുഴിയിൽപ്പെട്ട സംഭവത്തിലെ അന്വേഷണത്തിന് സഹായിക്കാൻ എയർ ഇന്ത്യയുടെ വിദഗ്ധ സംഘം ഉടൻ ഡൽഹിയിലെത്തും. ഫ്രഞ്ച് വിമാന അപകട അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമാകും. അടിയന്തര പരിശോധനകൾക്കും സാങ്കേതിക സഹായത്തിനുമായാണ് വിദഗ്ധർ എത്തുന്നത്. വിമാനത്തിന്റെ പൈലറ്റ് ഇൻ കമാൻഡ് ഡ്രഗ് ടെസ്റ്റ് പോസിറ്റീവാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഓഗസ്റ്റ് 4-ന് ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനമാണ് കനത്ത ആകാശചുഴിയിൽപ്പെട്ടത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ഒരു വിപണിയുടെ തുടക്കം എങ്ങനെയായിരിക്കും? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. എങ്കിലും ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ ഒരു നിലവാരത്തിൽ ക്രമപ്പെട്ട് മാത്രമേ മുന്നോട്ട് നീങ്ങൂ എന്ന് മാത്രം. ഇപ്പോൾ 24,500 എന്ന നിലവാരം തന്നെ മികച്ച അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടന്നാൽ തന്നെ അത് 24,700 എന്ന നിലവാരത്തിലേക്കും 24,800 എന്ന നിലവാരത്തിലേക്കും എത്താനുള്ള സാധ്യതയുമുണ്ട്. അതിന് ഏറ്റവും പ്രേരകമായി പ്രവർത്തിക്കുക വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയാണ്. ഇന്നലെയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിലറ്റ നിക്ഷേപത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വിൽപ്പനയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിലും നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രേരകമായ ഘടകമായി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സാങ്കേതികമായി 24,500 എന്ന നിലവാരം തന്നെയാണ് അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. ഇന്നലെ ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ വർധനവ് ഉണ്ടായെങ്കിൽ കൂടിയും ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇവിടെയും നേരിയ നേട്ടത്തിലോ അല്ലെങ്കിൽ ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള സാഹചര്യങ്ങൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെയാണ്. ആഭ്യന്തര ഘടകങ്ങൾ മികച്ച രീതിയിൽ തന്നെ നിലനിൽക്കുന്നതാണ് ഒരു പരിധിവരെ വിപണിക്ക് ആശ്വാസം. പ്രത്യേകിച്ചും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വിപണിയിൽ വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഘടകം പിന്തുടരുന്നതും വരും ദിവസങ്ങളിൽ വിപണിക്ക് മുന്നോട്ട് നയിക്കുന്നതിന് ഒരു പ്രേരകമായ ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്നെന്തായാലും ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കെ ദിലീപാണ് വിപണി വിലയിരുത്തൽ നടത്തിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് മാങ്കാവിൽ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. 3.5 കിലോ കഞ്ചാവുമായി കോഴിക്കോട് ചക്കുംകടവ് പടന്നവളപ്പിൽ ജയദാസനാണ് പന്നിയങ്കര പോലീസിന്റെ പിടിയിലായത്. മാങ്കാവ് പെട്രോൾ പമ്പിന് സമീപം വെച്ച് ഡാൻസ് ഓഫ് സംഘവും പന്നിയങ്കര പോലീസും ചേർന്നായിരുന്നു പിടികൂടിയത്. ഓർമ്മകൾക്ക് തണലേകുന്ന ഒരു പുളിമരച്ചോട്, ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന തണൽ മരം. വർഷങ്ങൾക്ക് ശേഷം ഈ സൗഹൃദ തണലിൽ ഒത്തുകൂടിയിരിക്കുകയാണ് തിരുവനന്തപുരം ബാലരാമപുരം GHSSലെ 1986 SSLC ബാച്ച് അംഗങ്ങൾ. പുളിമരച്ചോട്ടിലെ സൗഹൃദ കൂട്ടായ്മ എന്ന പേരിൽ നടന്ന പരിപാടി അക്ഷരാർത്ഥത്തിൽ ഒരു കുടുംബ സംഗമ വേദിയായി മാറി. ബാലരാമപുരം റഷീദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അത്തപ്പൂക്കളം ഒരുക്കലോടെയാണ് തുടങ്ങിയത്. സഹപാഠികളുടെയും കുടുംബാംഗങ്ങളുടെയും കലാകായിക പരിപാടികളും അരങ്ങേറി. തുടർന്ന് ഓണസദ്യയും നടന്നു. പ്രസിഡന്റ് അന്തിയൂർ ഹരിപ്രസാദ് അധ്യക്ഷനായ പരിപാടിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സഹപാഠിയാണ് ഉദ്ഘാടന ദീപം തെളിയിച്ചത്. ഹരിപ്രസാദ് ആട്ടറമൂല ആമുഖ പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി ജോൺ ബെനഡിക്ട് സ്വാഗതവും ട്രഷറർ അബ്ദുൾ സുജാദ് നന്ദിയും പറഞ്ഞു. ഓരോ മണിക്കൂറിലും കുടുംബാംഗങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും വിതരണം ചെയ്തു. സൗഹൃദ സംവാദങ്ങൾക്കും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനും പഴയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനുമുള്ള ഒരു വിശാല വേദിയായി പരിപാടി മാറി. മത്സരം പൂർത്തിയാക്കി ഏകദിന ക്രിക്കറ്റ്. സ്കോട്ട്ലാൻഡും കാനഡയും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തോടെയാണ് പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റ് 5000-ലെത്തിയത്. 1971 ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു പുരുഷ ഏകദിന ക്രിക്കറ്റിലെ ആദ്യ മത്സരം. 5000 കളിയിൽ ആകെ 3245 കളിക്കാരാണ് ഇറങ്ങിയത്. 21,54,225 റൺ പിറന്നു. 7,652 വിക്കറ്റുകൾ. ഉയർന്ന സ്കോർ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയുടെ പേരിലാണ്. ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ജയം ഓസ്ട്രേലിയയ്ക്കാണ്. 2027
2027 പുരുഷ ഏകദിന ലോകകപ്പിലേക്ക് യോഗ്യത നേടി അഫ്ഗാനിസ്ഥാൻ. അയർലൻഡിനെതിരായ ഏകദിന പരമ്പരയിലെ വിജയത്തോടെയാണ് അഫ്ഗാനിസ്ഥാൻ ലോകകപ്പ് സ്ഥാനം ഉറപ്പിച്ചത്. 2027 ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നീ രാജ്യങ്ങളിലാണ് ഏകദിന ലോകകപ്പ് നടക്കുന്നത്. റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ടൂർണമെന്റിലേക്ക് നേരിട്ട് യോഗ്യത നേടിയത്. എറണാകുളം പിറവത്ത് വനിതാ കൗൺസിലർക്കും ഭർത്തൃമാതാവിനും കുത്തേറ്റു. പിറവം നഗരസഭ 14 വാർഡിലെ കൗൺസിലർ ക്രിസ്റ്റി ജോണിനും ഭർത്താവിന്റെ അമ്മ ലിസിക്കുമാണ് കുത്തേറ്റത്. ഭർത്തൃപിതാവ് ജോയിയാണ് ഇരുവരെയും കുത്തിയത്. പതിവായി മദ്യപിച്ച് വീട്ടിലെത്തി വഴക്കുണ്ടാക്കുന്ന ആളാണ് ജോയി എന്ന് പോലീസ് പറയുന്നു. മദ്യപിച്ചെത്തിയ ജോയി ലിസിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് തടഞ്ഞ ക്രിസ്റ്റിയെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് വയറ്റിൽ കുത്തുകയായിരുന്നു. ഇത് തടഞ്ഞ ലിസിയുടെ കയ്യിലും കുത്തേറ്റു. ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ച TG മോഹൻദാസ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ജാമ്യവ്യവസ്ഥ പ്രകാരമാണ് ഹാജരാകുന്നത്. തുടർച്ചയായ 3 ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനായിരുന്നു കോടതി നിർദ്ദേശം. 10 മണിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. കൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളം മൂലമ്പള്ളിയിൽ യുവാക്കൾ കായലിൽ വീണു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് 2 യുവാക്കളെ കായലിൽ കാണാതായത്. മൂലമ്പള്ളി സ്വദേശി വിനിൽ, ഷൈൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിൽ വിനിലിനെ കണ്ടെത്തി. ഷൈനിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.